ഐഫോൺ 17 പ്രോന്റെ ഒരു ഫൈനൽ റിപ്പോർട്ടും ലീക്സും റൂമേഴ്സും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഐഫോൺ 17 പ്രോന്റെ ആ ഓരോ കിട്ടിയ റിപ്പോർട്ടും ലീക്കും നമ്മളെല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. സോ ഇതേപോലെ ആപ്പിളിൻ്റെ ടെക്കും ടിപ്സും ട്രിക്സും ഹിഡൻ ആപ്ലിക്കേഷൻസും ന്യൂസും എല്ലാം അറിയണമെങ്കിൽ, ആപ്പിളിനെ പറ്റി നിങ്ങൾക്ക് എല്ലാം അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സംഭവം ജസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. പക്ഷേ നമുക്കതൊരു വലിയ കാര്യം തന്നെയാണ്. സോ എന്തായാലും ഇപ്പം തന്നെ മറന്നോ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് ബിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം. ഫോണിൽ നേരെ നമുക്ക് തിരിച്ച് ബാക്ക് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും നാൾ നമ്മൾ കണ്ട് മറന്ന ആ ഡിസൈൻ അല്ല ഐഫോൺ 17 പ്രോയിലേക്ക് വരുമ്പോൾ കാണുന്നതല്ല. 17 ഫാമിലി തന്നെ ഒരു ഫുൾ ചേഞ്ചിലേക്ക് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ 17 പ്രോ പെട്ടെന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും നാൾ നമ്മൾ കേട്ട് മറന്നൊരു വലിയൊരു ഭാരം ഇറക്കി വെക്കാൻ പോകണം ആപ്പിൾ. ഐഫോൺ 11 പ്രോ തൊട്ട് ഇപ്പോൾ പറയുന്ന 16 പ്രോ വരെ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളൊരു ഡൗട്ട്, അല്ലെങ്കിൽ ആ ഒരു വലിയൊരു ചുമട് ഇറക്കി വെച്ചുകൊണ്ട് പുതിയൊരു ലുക്കിലേക്ക് ആപ്പിൾ വരുന്നുണ്ട്. 3 ക്യാമറയും ബാക്കി കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പക്ഷെ കട്ടൗട്ട് ആപ്പിളിൻ്റെ ആ ഒരു ബാക്ക് ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ ഒരു പുതിയ ബമ്പ് അല്ലെങ്കിൽ പുതിയൊരു ഷേപ്പ് ആപ്പിൾ ക്യാമറ കട്ടൗട്ടിന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാമറ കട്ടൗട്ട് നോക്കുമ്പോൾ ക്യാമറ ഔട്ട് സൈഡ്, അതായത് ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ക്യാമറ ഫുൾ വന്നിരിക്കുന്നത്. ലൈഡാർ സെൻസറും ഫ്ലാഷും നേരെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ക്യാമറ അടുത്തല്ല ഫ്ലാഷ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കുണ്ടായ ഡൗട്ടാണ്, എങ്ങനെയായിരിക്കും ഈ പറയുന്ന ക്യാമറയുടെ ലൈറ്റ് അല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് ദൂരത്താകുമ്പോൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയില്ലേ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ അവിടെയാണ് വേറെ കാര്യം വരുന്നത്. ആപ്പിൾ ഈ പറയാൻ പോകുന്ന എല്ലാ 17 പ്രോ സീരീസിലും 48 മെഗാ പിക്സലിലെ ടെലിഫോട്ടോ ക്യാമറയും വെക്കുന്നുണ്ട്. കഴിഞ്ഞ വട്ടം 16 പ്രോയിൽ വന്നപ്പോൾ 12 മെഗാ പിക്സൽ ഉണ്ടായ ടെലിഫോട്ടോ ഈ വട്ടം വരുമ്പോൾ കംപ്ലീറ്റ് ലെൻസും, അതായത് 3 ക്യാമറ ലെൻസും നമുക്ക് വരുന്നത് 48 മെഗാ പിക്സലാണ്. സോ ആ ഒരു അപ്ഗ്രേഡ് സോൾഡ് ആയ ഒരു ക്യാമറ സിസ്റ്റം തന്നെയാണ് ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഒരു ക്യാമറ സിസ്റ്റത്തിൽ 8K റെക്കോർഡിംഗ് വരെയും കൊണ്ടുവരാൻ പറ്റും എന്ന് ഒരു റിപ്പോർട്ടുണ്ട്. സോ ഈ ഒരു ക്യാമറ കട്ടൗട്ട് നമുക്കിപ്പോൾ കഴിഞ്ഞു. പക്ഷേ ഈ ക്യാമറ കട്ടൗട്ടിന് ചുറ്റിനും ഒരു പുതിയ സാധനം കൊണ്ട് വരുന്നുണ്ട്. യൂഷ്വലി ആപ്പിൾ നമ്മുടെ ഡിവൈസിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ചെറിയൊരു വര കാണാൻ പറ്റും. 15ഉം 16 നോക്കുമ്പോൾ സൈഡിലായിട്ട് ചെറിയൊരു വര കാണാം. അത് നമ്മുടെ ഡിവൈസിൻ്റെ ആൻറ്റിനയാണ്. വിച്ച് മീൻസ് നമുക്ക് ഈ പറഞ്ഞ കണക്ടിവിറ്റി ഇല്ലേ, 5G LTE എന്നീ പറഞ്ഞ സെല്ലുലാർ കണക്ടിവിറ്റിക്ക് വേണ്ടി വലിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഈ പറയുന്ന കണക്ഷനെ വലിച്ചെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ആൻറ്റിന. ഈ രണ്ട് ഡിവൈസിൻ്റെ അപ്പുറമൊക്കെ ഉണ്ട്. ഈ ആൻറ്റിന ആപ്പിൾ ഒരു അപ്ഗ്രേഡഡ് ഡിവൈസിലേക്ക് അല്ലെങ്കിൽ അപ്ഗ്രേഡഡ് ആയുള്ള ഡിസൈനിലേക്ക് മാറ്റുകയാണ്. ഈ ഒരു ക്യാമറ ബമ്പിന് ചുറ്റുമായിരിക്കും ഈ പറഞ്ഞ ആൻറ്റിന വെക്കാൻ പോകുന്നത്. ആ ഒരു ലുക്കിലേക്ക് കൊണ്ടുവരും. കാരണം ഒരു ചെറിയ ബോർഡർ പോലെ വരാൻ പോകുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള 5G, ഏറ്റവും ഫ്ലോലെസ് ആയിട്ടുള്ള കണക്റ്റീവ് നെറ്റ്വർക്ക്, എല്ലാ കാര്യവും 17 പ്രോ സീരീസിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാം. ഇനി ഈ ഒരു ഡിവൈസിൻ്റെ കളറിലേക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു കോപ്പർ കളർ നിറം വരുന്ന ഒരു പുതിയ ഐഫോൺ 17 പ്രോ സീരീസാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഡാർക്ക് ബ്ലൂ ഉണ്ടാവും. ഇതിൽ ചിലപ്പോൾ ആപ്പിൾ ഒരു ലിക്വിഡ് ഗ്ലാസ് കളർ കൊണ്ടുവരും എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. വിച്ച് മീൻസ് നമുക്ക് കുറേയധികം മാറ്റങ്ങൾ, ഈ ലൈറ്റിൻ്റെ ഷെയ്ഡ് വരില്ലേ, ലൈറ്റിൻ്റെ ഷെയ്ഡ് വരുമ്പോൾ വെള്ളയിൽ കുറേയധികം കളേഴ്സ് വെബ്ജൂർ പോലെ, അല്ലെങ്കിൽ നമ്മുടെ മിററിൻ്റെ റിഫ്ലക്ഷൻ കളേഴ്സ് ഉണ്ടോ, ആ റിഫ്ലക്ഷൻ കളേഴ്സ് വരുന്ന പോലെ നമ്മൾ വെള്ളത്തിലൊക്കെ കുറച്ച് ഇങ്കിട്ട് നോക്കിയിട്ടുണ്ട്. ആ ഇങ്കിടുമ്പോൾ ഒരു കളേഴ്സ് വരും. അതേപോലത്തെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ പോകുന്നത്, അല്ലെങ്കിൽ അതേപോലത്തെ ഒരു കളർ മെറ്റീരിയൽ കൊണ്ടുവരും എന്ന് റൂമറുണ്ട്. പക്ഷെ അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ 17 പ്രോൻ്റെ എഴുതി വെച്ചോ, അങ്ങനെ ഒരു കളർ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കാൻ പോകുന്നതും ആ ലിക്വിഡ് ഗ്ലാസിൻ്റെ കളറായിരിക്കും. ഇനി ഈ ഒരു ഡിവൈസിൻ്റെ ബോഡി സ്ട്രക്ചർ അല്ലെങ്കിൽ ബോഡി മെറ്റീരിയൽ നമുക്ക് നോക്കാം. ഇത്രയും നാൾ നമുക്ക് വന്നത് ഈ പറഞ്ഞ സർജിക്കൽ ഗ്രേഡ് ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലും ടൈറ്റാനിയം എന്നീ പറഞ്ഞ മെറ്റീരിയലാണ്. പക്ഷേ ഈ ഒരു വട്ടം ആപ്പിൾ കുറച്ചും കൂടെ കുറവായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രേഡ് നോക്കുമ്പോൾ കുറച്ചും കൂടെ താഴത്ത് കിടക്കുന്ന അലൂമിനിയമാണ് ആപ്പിൾ ചൂസ് ചെയ്യുന്നത്. അലൂമിനിയം ഒരു ഗ്ലാസ് ഫിനിഷും.
ആപ്പിളിൻ്റെ ചാസി, ഈ പറഞ്ഞ ബോഡിയുടെ ചാസി വരുന്നത് അലൂമിനിയത്തിലും ബാക്കിൽ നമുക്ക് ഈ പറഞ്ഞ ബാറ്ററിയുടെ ഒരു മൊഡ്യൂളില്ലേ ക്യാമറ ബമ്പിൻ്റെ താഴത്ത്, അത് ഗ്ലാസ് ഫിനിഷ് ആയിരിക്കും എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അത് ഒന്നെങ്കിൽ ഗ്ലാസ് ഫിനിഷ് അല്ലെങ്കിൽ ക്യാമറ കട്ടൗട്ട് ഗ്ലാസ് ഫിനിഷ്, ഈ രണ്ട് മെറ്റീരിയലും ഉണ്ടാകും എന്നൊരു റിപ്പോർട്ടുണ്ട്. മേ ബി ഈ പറഞ്ഞ റീസൈക്ലിങ്ങും ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ടായിരിക്കാം, ആൻഡ് പ്രൈസിൻ്റെ കോസ്റ്റ് കട്ടിങ്ങും ഒക്കെ ആയിട്ടായിരിക്കാം ഈ പറയുന്ന അലൂമിനിയത്തിലേക്ക് മാറിയത്. കുറേ പേര് പറയുന്നത് ഈ പറഞ്ഞ ഡിവൈസിൽ റിവേഴ്സ് ചാർജിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. റിവേഴ്സ് ചാർജിങ് വരുമ്പോൾ അലൂമിനിയമാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നും കേൾക്കുന്നുണ്ട്. ഈ പറഞ്ഞ റിവേഴ്സ് ചാർജിങ് വരുന്നത് 2020 എന്തോ മാർക്ക് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ഇത്ര നാളായിട്ട് വന്നിട്ടില്ല. വരികയാണെങ്കിൽ എയർപോഡ്സും അതേപോലെ നമ്മുടെ ആപ്പിൾ വാച്ചൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും എന്നൊരു റിപ്പോർട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും നേരം നമ്മുടെ ഡിവൈസിൻ്റെ ബാക്ക് നോക്കി, ഇനി ആ ബാക്കിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് തുറന്ന് കയറി അതിൻ്റെ ഉള്ളിലത്തെ കമ്പോണൻസ് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമുക്ക് ബാറ്ററിയിൽ നിന്ന് തുടങ്ങാം. ഐഫോൺ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ നല്ല MAH ഉണ്ടാകുന്ന ഒരു സീരീസ് ആയിരിക്കും 17 Pro Max എന്ന് പറയുന്നത്. 5000 mAh ആണ് ഈ പറഞ്ഞ ഡിവൈസിൻ്റെ ബാറ്ററി പവർ എന്ന് പറയുന്നത്. അത് ഇപ്പോൾ വന്നിരുന്ന എല്ലാ ഐഫോണും വെച്ച് ഏറ്റവും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ബാറ്ററി ആയിരിക്കും. ആൻഡ് ഈ ഒരു സെയിം ബാറ്ററി തന്നെ ഒരു പുതിയ ടെക്നോളജിയും ആപ്പിൾ ഇംപ്ലിമെൻ്റ് ചെയ്യും. ഇത്രയും നാൾ നമുക്ക് വന്നത് ലീഥിയം അയൺ ആയിരുന്നെങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്നത് സിൽക്കൺ ലീഥിയം അങ്ങനെ എന്തോ പറഞ്ഞൊരു മെറ്റീരിയലാണ്. ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ ആനോഡും കാഥോഡും അതിൻ്റെയൊക്കെ കുറച്ച് എന്താ പറയുക ലൈഫ് എക്സ്പാൻഡ് ചെയ്യാനും ബാറ്ററി ലൈഫ് നമുക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് പൊതുവെ ബാറ്ററി ഏജിങ് ആവുന്ന ഒരു മെക്കാനിസം ഇല്ലേ, എത്ര നാൾ നമ്മൾ യൂസ് ചെയ്യുന്നോ അത്ര നാൾ ഈ പറഞ്ഞ ബാറ്ററിയുടെ ലൈഫ് ഏജ് ചെയ്ത് അല്ലെങ്കിൽ ഡിഗ്രേഡ് ചെയ്ത് കുറഞ്ഞു വരും. ആ കുറഞ്ഞു വരുന്നത് സ്ലോ ആക്കാൻ വേണ്ടിയാണ് സിൽക്കൺ ലീഥിയം എന്ന് പറഞ്ഞ മെക്കാനിസം ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. സോ ഈ പറഞ്ഞ ബാറ്ററിയുടെ ബാക്കിലും ഒരു ഫുൾ മെറ്റൽ കവറുള്ള ബാറ്ററി ആയിരിക്കും എന്ന് ഒരു റിപ്പോർട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ആപ്പിളിൽ തേർമൽ മാനേജ്മെൻറ്റ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ആപ്പിൾ വേപ്പർ ചേംബർ മെക്കാനിസം കൊണ്ടുവരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബാറ്ററി ഇമ്പ്രൂവ് ചെയ്യും, ഒരു മെറ്റൽ കേസിങ് ഈ പറഞ്ഞ ബാറ്ററിക്ക് വരും, ആൻഡ് വേപ്പർ ചേംബർ കൂളിങ്ങും കൂടി വരും. ഇപ്പോൾ ഡിവൈസിൻ്റെ തേർമൽ മാനേജ്മെൻറ്റ് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആവും. അതായത് ചൂട് നല്ല രീതിക്ക് മാനേജ് ചെയ്ത് കുറയ്ക്കാനും നമ്മുടെ ഡിവൈസ് എപ്പോഴും നല്ലൊരു കൂളിംഗ് സ്റ്റേറ്റിൽ വെക്കാനും ഈ പറഞ്ഞ മെക്കാനിസം ഹെൽപ്പ് ചെയ്യുമ്പോൾ ഗെയിമേഴ്സിന് അവരുടെ പെർഫോമൻസ് ഒട്ടും കുറഞ്ഞാതെ തന്നെ ഗെയിം കളിക്കാൻ പറ്റും. ആ പറയുന്ന ബാറ്ററിയും അത്യാവശ്യം നന്നായിട്ട് പുഷ് ചെയ്യാൻ പറ്റും. ഇനി ഈ പറഞ്ഞ ഡിവൈസിൽ ഏറ്റവും ഇമ്പ്രൂവ് ആയിട്ട് വരാൻ പോകുന്നത് ആപ്പിളിൽ തന്നെ ഏറ്റവും നല്ലൊരു പുതിയ വൈഫൈ മോഡം വരും എന്ന് പറയുന്നുണ്ട്. Wi-Fi 7 ആയിരിക്കും ഈ ഒരു ഡിവൈസിലും നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി കഴിഞ്ഞ കൊല്ലം iPhone 16e റിലീസ് ചെയ്തപ്പോൾ C1 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആപ്പിൾ റിലീസ് ചെയ്തു. ഈ ഒരു ചിപ്സെറ്റ് നമ്മുടെ കണക്ടിവിറ്റിയും അതേപോലെ ആപ്പിളിൻ്റെ മോഡമായിരുന്നു ഈ പറഞ്ഞ C1 എന്ന് പറയുന്നത്. ആപ്പിൾ ഈ പറഞ്ഞ C1 റിലീസ് ചെയ്തപ്പോൾ ഞാൻ ഓൾറെഡി iPhone 16ൻ്റെ വീഡിയോയിൽ 16e വീഡിയോയിൽ ഞാൻ പറഞ്ഞു, അതിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ആപ്പിൾ ഇതൊരു ട്രയൽ റണ്ണായിട്ടാണ് C1 റിലീസ് ചെയ്യുന്നത്. അല്ലാതെ ആപ്പിളിന് ഇനി വരാൻ പോകുന്ന എല്ലാ ഡിവൈസിലും ഈ ഒരു മോഡൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ആപ്പിൾ ഫോക്കസ് ചെയ്യുന്നില്ല. C1 ഈ പറഞ്ഞ iPhone 16e ട്രൈ ചെയ്ത് എങ്ങനെയുണ്ട് ആ മോഡത്തിൻ്റെ റെസ്പോൺസ്, കോൾകോമും ബാക്കിയുള്ള ചിപ്പുകളെ വെച്ച് നോക്കുമ്പോൾ ബാറ്ററി ജ്യൂസ് കൺസ്യൂം ചെയ്യുന്നത് കുറവാണോ, എങ്ങനെയുണ്ട് കണക്ടിവിറ്റി, ഇതെല്ലാം ട്രയൽ ചെയ്യാൻ വേണ്ടിയാണ് ആപ്പിൾ ആ ഡിവൈസിൽ ഈ സംഭവം വെച്ചത്. അതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കി അനലിറ്റിക്സ് പഠിച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നാണെങ്കിൽ ഈ പറയുന്ന 17 Proയിലും C1 ചിപ്പ് അല്ലെങ്കിൽ C2 ചിപ്പ് ആപ്പിൾ ഇംപ്ലിമെൻ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ആൻറ്റിനയിലെ പുതിയ ആൻറ്റിന ഡിസൈൻ അതെല്ലാം ഇതായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് കണക്ടിവിറ്റി, ലേറ്റൻസി, അൾട്രാ വൈഡ് ബാൻഡിൻ്റെ 5G എന്നീ പറഞ്ഞ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു യൂസറിന് അവരുടെ ഇൻ്റർനെറ്റ് എക്സ്പീരിയൻസ് നല്ല രീതിക്ക് കൂട്ടാൻ വേണ്ടി ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും C1ഉം പുതിയ ആൻറ്റിനും എന്തായാലും ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ഒരു ഡിവൈസിൻ്റെ പവർ ഹൗസ് iPhone 17 Proൻ്റെ പവർ ഹൗസ് ആയിട്ട് വരാൻ പോകുന്നത് A19 Pro എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആയിരിക്കും. ഈ ഒരു ഡിവൈസ് 3 നാനോമീറ്ററിൻ്റെ ആർക്കിടെക്ചറിലായിരിക്കും വരാൻ പോകുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 12 GB ഓഫ് റാം ആയിരിക്കും ഈ ഒരു വട്ടം വരാൻ പോകുന്നത്. ഞാൻ ഉറപ്പിച്ച് പറയാം 12 GB ഓഫ് റാം എന്ന് പറയുന്നത് ആപ്പിൾ ഇൻ്റലിജൻസ് നല്ല രീതിക്ക് ഹൈക്ക് ചെയ്യാനായിട്ട് ആപ്പിൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗെയിമേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. വേപ്പർ കൂളിംഗ് ചേംബറിന് വരുമ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സിങ് അത്യാവശ്യം ബെറ്റർ ആവുന്നുണ്ട്. തെർമൽ മാനേജ്മെൻറ്റ്, കണക്ടിവിറ്റി, പല കാര്യങ്ങളും ഈ പറയുന്ന ഡിവൈസിൻ്റെ പ്രൊസസ്സറിലാണ് നടക്കുന്നത്. പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ 3 നാനോമീറ്റർ ഉള്ളൂ. ഇത് ഈ ഒരു കംപ്ലീറ്റ് ഡിവൈസിൻ്റെ ബ്രെയിനാണ്. ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ എത്ര ഡാറ്റയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകണമെന്നറിയോ?
ആപ്പിൾ കൊണ്ടുവരുമ്പോൾ ഏറ്റവും നല്ല പ്രോസസ്സറായിട്ടും അതേപോലെ തന്നെ 12 GB ഓഫ് റാം വരുമ്പോൾ ഇത്രയും നാൾ നമ്മൾ കണ്ട പല ആൻഡ്രോയിഡ് ഫോണുകളെയും കാട്ടും അതോടൊപ്പം ഇപ്പോൾ മാർക്കറ്റ് റൺ ചെയ്യുന്ന ഐഫോണെ കാട്ടും ഫാർ ബെറ്റർ ആയിരിക്കും, അത്രമാത്രം പവർഫുൾ ആയിരിക്കും ഈ പറയുന്ന iPhone 17 Pro എന്ന് പറയുന്നത്. മാർക്ക് മൈ വേർഡ്, ഇപ്പോൾ 17 Pro റിലീസ് ചെയ്യുമ്പോൾ 12 GB ഓഫ് റാമിൽ തന്നെയാണ് വരുന്നതെങ്കിൽ എല്ലാ ആൻഡ്രോയിഡ് ഫ്ലാഗ്ഷിപ്പ് ഫോണിനും അതൊരു വലിയ അടിയായിരിക്കും. നോക്കി വെച്ചോ, ഈ ഒരു ഡിവൈസ് വരുമ്പോൾ അതെന്തായാലും നമുക്ക് റീൽസിലും അതേപോലെ കുറേ കോമ്പറ്റീഷനിലും കാണാൻ പറ്റും. ഇനി ഈ ഒരു ഡിവൈസിൻ്റെ പുറം ഭാഗം നമ്മൾ നോക്കി, അതേപോലെ തുറന്ന് നമ്മൾ ഉള്ളിലത്തെ ഭാഗം നോക്കി, ഇനി തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയിൽ നമുക്കൊരു ചേഞ്ച് വരുന്നുണ്ട്. iPad പ്രോയും അതുപോലെ മാക്കൊക്കെ റിലീസ് ചെയ്തപ്പോൾ ആപ്പിൾ ഒരു നാനോ ടെക്സ്ചർ എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നു. ഇത് ആൻറ്റി ഗ്ലെയറിൻ്റെ റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൻറ്റി ഗ്ലെയർ ഉള്ള ഒരു സ്ക്രീൻ ടെക്നോളജിയാണ്. അതായത് നമ്മൾ നോക്കുമ്പോൾ ഗ്ലെയർ അടിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു യൂട്യൂബറോ കോണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ച് ഫോണിൻ്റെ ഒരു ഷോട്ട് എടുക്കുമ്പോൾ ഈ കിടന്നുള്ള ഫ്ലിക്കറിങ്ങും അതേപോലെ പുറത്തുള്ള എല്ലാ കാര്യങ്ങളും ഗ്ലെയർ അടിച്ച് കാണും, അത് കുറയും. അതേപോലെ നമ്മളിപ്പോൾ ഏതെങ്കിലും പുറത്ത് പോയിട്ട് ഇപ്പോൾ ഏതെങ്കിലും കെഫറ്റീരിയയിലോ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോൾ ആ ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ബാക്കിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വെളിച്ചവും അതേപോലെ നമ്മൾ ഇരിക്കുന്ന സ്ഥലവും നമ്മുടെ ഫേസൊക്കെ കാണാൻ പറ്റും, ഇത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന കോണ്ടന്റോ അല്ലെങ്കിൽ നോക്കുന്ന എന്ത് കാര്യമാണോ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സോ ആ ഒരു നാനോ ടെക്സ്ചർ ടെക്നോളജി iPhone 17 Proയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയുടെ പൊക്കത്ത് ഡൈനാമിക്കലിൻ്റെ ഇല്ലേ, അതിൽ ചെറിയ ക്യാമറ ഉണ്ട്. അത് ഇത്രയും നാൾ 12 MP ആണെങ്കിൽ ഈ വട്ടം വരുമ്പോൾ അത് 24 MP കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള വീഡിയോ കോളും ഫേസ് ടൈമും കിട്ടും. അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള സെൽഫീസും കിട്ടും. ഈ പറയുന്ന ഫ്രണ്ടിലെ 24 ക്യാമറയും അല്ലെങ്കിൽ 24 MP ക്യാമറയും ബാക്കിൽ വരുന്ന 48 MP ക്യാമറയുടെ അപ്ഗ്രേഡ് കൊണ്ട് തന്നെ ഡ്യുവൽ ക്യാമറ അല്ലെങ്കിൽ ഡ്യുവൽ വീഡിയോ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ iPhone 17 Proയിൽ വരുന്നുണ്ട്. സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു ഫീച്ചറിന് ആൻഡ്രോയിഡുകാർ ഊക്കും എനിക്കൊന്നും പറയാനില്ല. ആ ഒരു ഊക്ക് ഞാൻ കേൾക്കാനും ഓക്കെയാണ്. കാരണം ഇത് ഓൾറെഡി ആൻഡ്രോയിഡ് റിലീസ് ചെയ്ത ഫീച്ചറാണ്. കുറേ നാൾക്ക് മുമ്പ് എൻ്റെ ഓർമ്മശാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഈ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു, ഡ്യുവൽ ക്യാമറ ആക്സസ് ചെയ്യുന്ന. അത് ഐഫോണിലും പറ്റും, അത് 17 Pro ഇല്ലെങ്കിലും നമ്മുടെ നോർമൽ ഏതൊരു ഫിൽറ്ററാണോ അല്ലെങ്കിൽ എന്തൊരു ഓപ്ഷനായിരുന്നു, നമുക്ക് അറ്റ് സെയിം ടൈം തന്നെ ഷൂട്ട് ചെയ്യാം. എൻ്റെ ഫ്രണ്ട് ക്യാമറ എനിക്ക് ആക്സസ് ചെയ്യാം, ബാക്ക് ക്യാമറ ആക്സസ് ചെയ്യാം. ആ ഒരു ഓപ്ഷൻ iPhone 17 Proയിലേക്ക് വരുന്നുണ്ട്. ഇനി ഇത്ര മാത്രമുള്ള കാര്യമാണ് ഇപ്പോൾ iPhone 17 Proയിൽ നമുക്ക് കിട്ടിയ ഫൈനലൈസ് ആയ ലീക്ക്. ഇന്നത്തെ ഈ ഒരു iPhone 17 Proൻ്റെ ഫൈനൽ ലീക്സും റിപ്പോർട്ട്സും നിങ്ങൾക്ക് ഇഷ്ടമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതിന് വീഡിയോ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ന്യൂസും ടിപ്സും ട്രിക്സും ആപ്ലിക്കേഷൻസും എല്ലാം അറിയാനായിട്ട് ഐഫോണിൻ്റെ മാത്രമല്ല ആപ്പിളിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. വേർത്തിട്ടാണ്, അടിപൊളിയായ കാര്യമാണ് നിങ്ങളെ തേടിയെത്താൻ പോകുന്നത്. സോ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വരുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഇസ് Bin Xavier signing from Evica.